ഓരോ ദിവസവും ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് വനം വകുപ്പിന്. കാരണം പല പ്രതിസന്ധികളാൽ ഈ മിഷൻ നീളുന്നു, പല അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ തരണം ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയിലാണ് വനം വകുപ്പ് ഓരോ ദിവസവും. അങ്ങനെ ഇന്ന് 6ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വനം വകുപ്പിന് ഊർജ്ജമേകാൻ ഡോക്ടർ അരുൺ സക്കറിയ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയക്കൊപ്പം ഇന്നലെ 25 അംഗ സംഘം കർണാടകയിൽ നിന്ന് എത്തിയിരുന്നു. ഈ മേലൂർ മഗ്നയെ പിടികൂടിയത് ബേലൂരിൽ നിന്ന് പിടികൂടിയ സംഘം കൂടിയാണ് ഈ ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നും ട്രാക്കിംഗ് നടക്കുന്നത്. ആന നിലവിലുള്ളത് ഇപ്പോൾ ഞാൻ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയായാണ്. ഈ പനവല്ലിയിലെ ഒരു കാപ്പിത്തോട്ടത്തിൽ ഇന്നലെ രാത്രി എത്തിയിരുന്നു. അതൊരു ജനവാസ മേഖലയായിരുന്നു. അപ്പോൾ തന്നെ വനംവകുപ്പ് അധികൃതർ ട്രാക്ക് ചെയ്ത് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വനംവകുപ്പ് സംഘം അവിടെ പട്രോളിംഗ് തുടരുന്നുണ്ടായിരുന്നു. ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പരിഭ്രാന്തി ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ആനയുള്ളത് പനവല്ലിയിലെ തന്നെ എമ്മട്ടി എന്ന് പറയുന്ന പ്രദേശത്താണ്. അതൊരു വനമേഖലയാണ്. ഉൾവനത്തിലായി ആന നിൽക്കുന്നുണ്ട്. ട്രാക്കിംഗ് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അരുൺ സക്കറിയ അല്പസമയത്തിനകം സംഘത്തിനോടൊപ്പം ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർണാടകയിൽ നിന്നുള്ള സംഘം ഇന്നലെ ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നിരുന്നു. എന്തായാലും ട്രാക്കിംഗ് ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. ഇന്നും ആ മയക്കുവെടി എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പല വെല്ലുവിളികളുണ്ട്. ഭൂപ്രകൃതി ഉൾപ്പെടെ, ആനയുടെ സഞ്ചാരപാത ഉൾപ്പെടെ. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തുള്ള ഒരു പ്ലാൻ ബി ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്തായാലും ഉറ്റുനോക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. സേതു, ഈ അരുൺ, ഇപ്പോൾ ഈ ആന നിൽക്കുന്ന മേഖല, നമ്മുടെ ഈ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ച ഈ മേഖല, അതും നേരത്തേതൊക്കെ പോലെ അടിക്കാടുകളൊക്കെ അധികമുള്ള മേഖലയാണോ? ദൗത്യ സംഘത്തിന് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള മേഖലയാണോ? ഈ ഒരു ഏരിയ ഇപ്പൊ ബാവലി ആയിക്കോട്ടെ, തോൽപ്പട്ടി വനമേഖലയുടെ ഒക്കെ ഒരു ഭൂപ്രകൃതി സമാനമാണ്. ഉയരത്തിൽ ആനയോളം ആൾപ്പൊക്കത്തിൽ ഉയരത്തിലുള്ള ഒരു അടിക്കാടുള്ള മേഖല തന്നെയാണ്. അവിടെയും സമാനമായ ഒരു സാഹചര്യം ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ അവിടെയുള്ള ഒരു തുറസായ മേഖലയിൽ ആനയെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ മയക്കുവെടി സാധ്യമാകുള്ളൂ. ഒപ്പം കൂടെയുള്ള മോഴയാന കൂടി ഈ ഒരു ദൗത്യത്തിന് വെല്ലുവിളിയാണ്. ഇന്നലെയും മിഞ്ഞാന്നും 2 ദിവസമായി ഈ മോഴയാന ബേലൂർ മഗ്നയ്ക്കൊപ്പം തുടരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മോഴയാനയെ ദിശ മാറ്റി വിടേണ്ടതുണ്ട്. ഈ ബേലൂർ മഗ്ന അനുയോജ്യമായ സ്ഥലത്ത് കിട്ടേണ്ടതുണ്ട്. ഈ അടിക്കാട് നിറഞ്ഞ ഒരു പ്രദേശമാണെങ്കിൽ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അത്തരം വെല്ലുവിളികളൊക്കെ തന്നെയായിരുന്നു ഇത്രയും ദിവസം ദൗത്യത്തിന് പ്രതിസന്ധിയായത്. അപ്പോൾ അത് നീങ്ങണമെങ്കിൽ ആ സാഹചര്യം ഒത്തുവരണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് വനംവകുപ്പ് ഊർജിതമായി നടത്തുന്നത്. അതിനെല്ലാം പ്രധാന വെല്ലുവിളി ആനയുടെ ഈ സഞ്ചാരം തന്നെയാണ്. ദിവസം കിലോമീറ്ററുകളോളമാണ് ആന സഞ്ചരിക്കുന്നത്. 20-25 കിലോമീറ്ററിലേറെ ഇപ്പോൾ ആന ഇന്നലെ രാത്രിയോളം, ഇന്നലെ ഇന്നുമായി സഞ്ചരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ സഞ്ചാരപാത വെല്ലുവിളിയാകുന്നുണ്ട്, ഭൂപ്രകൃതി വെല്ലുവിളിയാകുന്നുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് വേണം ഈ ഒരു ദൗത്യം പൂർത്തിയാക്കാനുള്ളതെന്നാണ്. കർണാടകയിൽ 10 ദിവസമാണ് എടുത്തത്. ഇന്ന് കേരളത്തിലെ ഈ ഒരു മിഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇന്നെങ്കിലും ഈ ഒരു ദൗത്യം വിജയിക്കുമെന്ന്. കാരണം നമുക്ക് ഇതിൽ പ്രതീക്ഷയുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, കർണാടക ട്രാക്കിംഗ് ടീം നമ്മുടെ ടീമിനൊപ്പം തന്നെ കാട് കയറി എന്നുള്ളതാണ്. ഈ കർണാടക ട്രാക്കിംഗ് ടീമാണ് നമ്മുടെ ഈ മോഴയാനയെ നേരത്തെ ട്രാക്ക് ചെയ്ത് മയക്കുവെടിയൊക്കെ വെച്ച് ഈ കാട്ടിൽ കൊണ്ട് വിട്ടത്. അപ്പോൾ ആ ടീം ഒപ്പമുള്ളത് നമുക്കൊരു കരുത്തും കൂടിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഈ 5ാം ദിവസമെങ്കിലും ദൗത്യം വിജയത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം.